മണിത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ എക്സ്ക്യൂസ് മീ, വേണിയെ MD വിളിക്കുന്നു. ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്തു പറ്റി വേണി? ക്യാഷ് ഷോർട്ടേജ് വന്നു അല്ലേ? MD ആകെ വയലന്റ് ആയിരിക്കുക. ഈ കമ്പനിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാ വേണി ചെയ്തത്. എന്തായാലും മോശമായിപ്പോയി. അതെ, മിണ്ടാപ്പൂച്ച കളിച്ച് നടന്നിട്ട് കയ്യിലിരിപ്പ് കൊള്ളാം. 1.5 ലക്ഷം രൂപയല്ലേ ഒറ്റയടിക്ക് ഒതുക്കാൻ നോക്കിയത്. ചങ്കൂറ്റ അപാരം തന്നെ. താൻ എന്താ ഈ പറയുന്നേ? ഓഫീസിൽ നിന്ന് ബാങ്ക് വരെ പോകുമ്പോഴേക്കും വെട്ടിയിരിക്കുന്ന 1.5 ലക്ഷം രൂപ മാഞ്ഞു പോകുന്നു. സത്യമാണ് സർ. എന്താ സംഭവിച്ചെന്ന് എനിക്കൊരു പിടിയില്ല. ബാങ്കിൽ ചെന്ന് പണം അടയ്ക്കാൻ നോക്കുമ്പോഴ ഇത്ര രൂപ കുറവുണ്ടെന്ന് ഞാൻ അറിയുന്നത്. ഇത്രയും നാളത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സംഭവം. 1.5 ലക്ഷം രൂപയുടെ കുറവല്ല ഇവിടുത്തെ പ്രശ്നം. താനൊരു ഒറ്റയാള് കാരണം ഈ കമ്പനിയുടെ വിശ്വസ്തയാ ചോദ്യം ചെയ്യപ്പെട്ടത്. സർ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. ഇവിടുന്ന് പോകുമ്പോ തുക മുഴുവൻ ഞാൻ എണ്ണി നോക്കിയിരുന്നില്ല. എണ്ണി നോക്കിയിരുന്നോ? പച്ച കള്ളോ അങ്കിളെ? തുക എണ്ണി ക്യാഷ് റിസീവ് ചെയ്തതായി സൈൻ ചെയ്തോന്ന് ഞാൻ അങ്കിളെ കാണിച്ചു തന്നില്ലേ? ഇല്ല, പോവാനുള്ള ധൃതിക്ക് ഞാൻ എണ്ണി നോക്കാതെയാ. അപ്പോ ഞാൻ മോട്ടിച്ചെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? കള്ളത്തരം കാണിച്ചിട്ട് ബാക്കിയുള്ളനെ കള്ളനാക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ. സർ പ്ലീസ് സർ. വേണ്ട, ഇനി ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട. പണം താൻ എടുത്തു എന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷേ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സ്റ്റാഫിനെ ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. തനിക്ക് പോകാം. സർ സർ ഞാൻ നോ, തനിക്ക് പോകാം. നീ എന്താ നേരത്തെ എത്തിയത്? ഹാഫ് ലീവ് എടുത്തോ? എന്തിനാ വെറുതെ ലീവ് എടുത്തത്? ഞാനില്ലായിരുന്നു ഇവിടെ. എന്താ മോളെ? എന്താന്ന് വെച്ചാ അച്ഛനോട് പറയൂട്ടി. ജീവിതത്തിൽ ആദ്യമായി മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ കള്ളിയായി അച്ഛ. എന്താ ഉണ്ടായത്? ഓഫീസിൽ നിന്ന് ബാങ്കിലേക്ക് അടയ്ക്കാനായി മോഹനചന്ദ്രൻ 6 ലക്ഷം രൂപ എന്നെ ഏൽപ്പിച്ചു. തിരക്കിനിടയിൽ ആ തുക എണ്ണി നോക്കാതെ ക്യാഷ് ബാഗ് ഞാൻ റിസീവ് ചെയ്തത്. ബാങ്കിൽ ചെന്ന് എണ്ണി നോക്കുമ്പോ കൊണ്ടുപോയ 6 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ഉണ്ടെന്ന്. കുറവ് വന്ന പണം ഞാൻ മോഷ്ടിച്ചതാണെന്ന് അയാൾ MD-യോട് റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് MRC അത് വിശ്വസിച്ചോ? വിശ്വസിച്ചിരിക്കും. കാശിന്റെ ആവശ്യം നമുക്കുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാലോ. എന്നോട് കമ്പനിയിൽ നിന്നും പോയിക്കൊള്ളാൻ പറഞ്ഞു. ചതിയണച്ച ആ മോഹനചന്ദ്രൻ ഒറ്റൊരാളെ ഇതിന്റെ പിന്നിൽ. കാത്തിരുന്ന് കിട്ടിയ അവസരം അയാൾ ശരിക്കും ഉപയോഗിച്ചു. നിന്റെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടില്ലേ മോളെ? എണ്ണി തിട്ടപ്പെടുത്താതെയല്ലേ നീ അത് റിസീവ് ചെയ്ത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? കച്ചിത്തുരുമ്പ് പോലെ ഒരു രക്ഷയായിരുന്നു ജോലി. അതും നഷ്ടപ്പെട്ടല്ലോ മോളെ. സാരമില്ല. ജോലി പോയതിൽ എനിക്ക് വിഷമമില്ല അച്ഛ. പക്ഷേ ആ നല്ല മനുഷ്യൻ കൂടി എന്നെ കള്ളിയാണെന്ന് തെറ്റിദ്ധരിച്ചില്ലേ? എങ്ങനെയാണ് അച്ഛ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത്? എല്ലാം അറിയുന്ന ഈശ്വരന് മുമ്പിൽ നീ തെറ്റുകാരിയല്ലല്ലോ മോളെ. മറ്റുള്ളവർക്കും അത് ബോധ്യം വരുന്ന ഒരു സമയം ഉണ്ടാവും. മോള് സമാധാനി. വാ. ഒടുവിൽ ആശിച്ച കടവിൽ തന്നെ മോഹനേന്ദ്രൻ വഞ്ചിയെടുപ്പിച്ചു. കൃഷ്ണവേണി പുറത്ത്. അതുകൂടാതെ 1.5 ലക്ഷം രൂപ മോഹനേന്ദ്രന്റെ അക്കൗണ്ടിലേക്ക്. കൊള്ളാം. എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പ് തോന്നുന്നുണ്ട് മോഹനേന്ദ്ര. നല്ല ഒന്നാന്തരം ഒരു കുറുക്കനാ നീ. ഈ പണം വച്ച് ആ മാമ്പള്ളിയെയും ഞാൻ ഒതുക്കും.
ഈ പണം ഏതു വകയിലുള്ളതാടാ? ഇത് ഇത് നമ്മൾ ബാങ്കിലടയ്ക്കാൻ വെച്ചിരുന്നതാ. എനിക്കൊരു പെശക് പറ്റിയതാ. ഇത് ഞാൻ പെട്ടിയിൽ വെക്കാൻ വിട്ടുപോയി. ഇപ്പോഴാ കണ്ടത്. ഞാൻ ഇതുമായി അങ്ങോട്ട് വരാൻ കടക്കടാ പുറത്ത്. ഇനി ഞാൻ പറയാതെ നിന്നെ ഇത് റൂട്ടിൽ കണ്ടുപോകരുത്. വയ്ക്കോ. ഏണി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് MRCയോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? തെറ്റുപറ്റിയത് എനിക്കാ. ആ കുട്ടിയെ സംശയിക്കാൻ പാടില്ലായിരുന്നു. സാരമില്ല, പറ്റിയ തെറ്റ് നമുക്ക് തിരുത്താവുന്നതേ ഉള്ളൂ. ആ അമ്മാവ, ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് കേൾക്ക്. കിടപ്പാടം പണയപ്പെടുത്തിയും കൊള്ളപ്പലിശയ്ക്ക് കാശ് വാങ്ങിയും എന്തിനങ്ങനെ ഒരു ഓപ്പറേഷന്റെ ആവശ്യം? എന്ത് പ്രയോജനം അതുകൊണ്ട്? നമുക്ക് വീട്ടിൽ പോവാം. രക്ഷപ്പെടുന്ന ഉറപ്പില്ലാത്തൊരു ഏർപ്പാടിന് വെറുതെ കാശ് മുടക്കി നിങ്ങളുടെയൊക്കെ ജീവിതം കൂടി നശിപ്പിക്കണോ? ഗോപൻ സമാധാനായിരിക്കും. ഇപ്പൊ അതേ പറ്റുമെന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. എന്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്വയം രക്ഷപ്പെടുകയില്ല, മറ്റുള്ളവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഒക്കെ നിന്റെ തോന്നലാ മോനെ. എല്ലാം നല്ലതിനു വേണ്ടി ആവും തന്നെയാ എന്റെ മനസ്സ് പറയണേ. ഓപ്പറേഷന് വേണ്ട പണം മുഴുവൻ കിട്ടിയ വേണി. അത് ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വേണം. വേണി, എന്റെ അമ്മക്കുട്ടി, അവൾ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കരുത്. വേണി വിചാരിച്ചാലേ അത് നടക്കൂ. ഇന്ദു ആയിരിക്കണം എന്നും അവളുടെ അമ്മ. അപർണയ്ക്കൊരിക്കലും എന്റെ മോളെ എനിക്ക് എന്റെ അമ്മക്കുട്ടി ഒന്ന് കാണാൻ പറ്റുമോ? ഓപ്പറേഷന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എനിക്കൊന്ന് കാണണം. മോളെയും കുട്ടി എന്തിനോടൊന്ന് വരാൻ പറയണം. ഇനിയൊരിക്കലും അവരെനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ കൊണ്ടുവരും അവരെ. കോപം വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കാതെ കിടക്ക്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ഗോപന് ഓപ്പറേഷന് മുൻപ് അമ്മൂനെ എന്തോനെ ഒന്ന് കാണണമെന്ന്. ഓപ്പറേഷനുള്ള പണം ശരിയായിട്ടില്ലെന്ന് അവനോട് എങ്ങനെയാ മോളെ പറയുന്നത്? വെറുതെ പ്രതീക്ഷ കൊടുത്തിട്ട്. ആ, നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ലോ. ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ചതുവ് പറ്റുമെന്ന് വിചാരിച്ചോ? നാളെയാ ഡോക്ടറോട് അവധി പറഞ്ഞ അവസാന ദിവസം. അച്ഛാ, ആ ഹരിമാഷ് ഇങ്ങോട്ട് വന്നില്ലേ? ഉവ്വ്, വന്നിരുന്നു. വേറെന്തെങ്കിലും വഴിയുണ്ടോന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിരിക്കുക. എത്ര ഓടിപ്പാഞ്ഞ് നടന്നാലും ഇത്രയും വലിയൊരു തുക ഒറ്റ ദിവസം കൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റുമോ? ആലോചിച്ചിട്ട് വേറൊരു വഴിയും തെളിയുന്നില്ല. നമുക്ക് ഗോവനോടുള്ള സത്യം പറഞ്ഞ് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ? അത് ഗോപൻ ഇന്ന് ഓപ്പറേഷൻ ഉണ്ടാവും. ഡോക്ടറെ ചെന്ന് കാണാൻ പറഞ്ഞു. സമ്മതപത്രത്തിൽ സൈൻ ചെയ്യണം. അല്ല സിസ്റ്ററെ, ഓപ്പറേഷനുള്ള പണം ഇതുവരെ? പണം അടച്ചല്ലോ. ആരാ പണം അടച്ചത്? അത് ഞങ്ങൾക്കറിയില്ല.
ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. ഇന്ന് തന്നെ ഗോവന്റെ ഓപ്പറേഷൻ നടക്കും. പണം അടച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല സർ. എന്താ മാഷേ ഇത്? കൈകൂപ്പേണ്ടത് ദൈവത്തിന്റെ മുന്നിലാ. നേരിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് ദൈവം ഭൂമിയിലെ ചില നല്ല മനുഷ്യരെ ഏൽപ്പിക്കും. അങ്ങനൊരു മനസ്സിനുടമ തന്നുവിട്ട പണവുമായിട്ടാ ഞാൻ വന്നത്. സംശയിക്കണ്ട, MRC തന്ന പണം തന്നെയാ. ബാങ്കിലടയ്ക്കാനുള്ള പണം മോളുടെ കയ്യിൽ തന്നുവിട്ടെന്ന് അറിഞ്ഞപ്പോഴേ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കള്ളക്കളി ഉണ്ടാവുമെന്ന് ഞാൻ സംശയിച്ചു. ഒടുവിൽ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ദൈവം കണ്ണുപൊട്ടനല്ലല്ലോ മാഷേ. മോഹനേന്ദ്രന്റെ കള്ളത്തരം കയ്യോടെ പിടികൂടാൻ എനിക്ക് അവസരം കിട്ടി. ഞാനത് MRCയെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അങ്കിൾ എന്നോട് കാണിച്ച സ്നേഹത്തിന് പകരം തരാൻ ഒന്നുമില്ല എനിക്ക്. ഒന്നും വേണ്ട എനിക്ക്. നന്മ ചെയ്യുന്നവരെ ദ്രോഹിക്കുന്ന കണ്ടു നിൽക്കാൻ എനിക്കാവില്ല കുട്ടി. പിന്നെ തെറ്റിദ്ധാരണയുടെ പുറത്ത് മുഷിച്ച് സംസാരിക്കേണ്ടി വന്നതിൽ MRCക്ക് നല്ല വിഷമമുണ്ട്. അതിന്റെ പേരിൽ ഓഫീസിൽ വരാതിരിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു. ഞാൻ വരും അങ്കിൾ. ഈ തുക എനിക്ക് വീട്ടുണ്ടേ. ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെ തന്ന് വീട്ടിക്കൊള്ളാം. അതൊക്കെ പിന്നീടുള്ള കാര്യം. തൽക്കാലം ആവശ്യങ്ങൾ നടക്കട്ടെ. ഇതുകൂടി ഇരിക്കട്ടെ. ഇവിടുത്തെ ചെലവിന് വേണമല്ലോ. വേണ്ട അങ്കിൾ, അതിനുള്ളതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊന്നും എന്നോട് പറയണ്ട. ഇവിടെ തരാൻ പറഞ്ഞു, ഞാൻ തന്നു. തിരിച്ചുകൊണ്ടുവന്നാലേ എന്നോട് മുഷിയും. മാഷേ. ഞാനെന്നാ ഇറങ്ങുക. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. വരട്ടെ മോളെ. ഇതൊക്കെ സ്വപ്നമാണെന്ന് തോന്നിപ്പോവാ. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സത്യം പോലും സ്വപ്നമാണെന്ന് തോന്നിപ്പോകും അച്ഛാ. മോളെന്നാ ഗോവന്റെ അടുത്തേക്കല്ലേ? ഞാൻ ഹരിയുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരാം. രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് കാണാനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മതി ആലോചിച്ചത്. ഇനി എന്തു വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം.